കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാരോട് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അത് മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേലേക്ക് കയറിപ്പോയി. അങ്ങനെ മലമേൽ കയറിപ്പോയി യേശുക്രിസ്തു അവിടെ ഇരുന്നു. ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ ചുറ്റും കൂടിയിരുന്നു. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുക പോലുമില്ല എന്ന് പറഞ്ഞു. അവിടെ യേശുക്രിസ്തു സംസാരിക്കുന്നത് ശിഷ്യന്മാരോടാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവരോട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവരോടാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. അപ്പൊ അതിന് തത്തുല്യമായിട്ടാണ് ഇന്ന് പെന്തക്കോസ്തുകാരായ വിശ്വാസികളായ നമ്മൾ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നവരും കർത്താവിനോട് കൂടെ നടക്കുന്നവരുമാണ് നമ്മൾ. അന്ന് ശാരീരിക സംബന്ധമായ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരോട് യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞ കാര്യം, ഇന്ന് നമ്മൾ ശരീരസന്നിധിയിൽ കർത്താവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഇന്ന് കർത്താവിനോട് ഏറ്റവും ചേർന്ന് വസിക്കുന്നവരും കർത്താവിനെ പാടി ആരാധിക്കുന്നവരുമാണ്, കർത്താവിനെ അനുഗമിക്കുന്നവരുമാണ് ഇന്ന് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ, അഥവാ പ്രൊട്ടസ്റ്റന്റുകാർ. അപ്പോൾ അന്ന് കർത്താവ് തന്നോട് ചേർന്നിരിക്കുന്നവരോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്ന് കർത്താവിനോട് ചേർന്നിരിക്കുന്ന നമ്മോടും പറയുവാനുള്ളത്. അന്ന് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: പരീശന്മാരുടെയും ന്യായശാസ്ത്രന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ പരീശന്മാരെന്ന് പറയുന്നത് വളരെ മതഭക്തരും മതതീഷ്ണതയുള്ളവരുമായ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ദൈവത്തോട് വളരെ എരിവുള്ളവരാണ്. അപ്പോൾ അവരുടെ നീതിയെ നമ്മുടെ നീതി കവിയണമെന്നാണ് പറഞ്ഞത്. അതായത് ക്രിസ്ത്യാനികളുടെ, വിശ്വാസികളുടെ നീതി ആ മതഭക്തരുടെ നീതിയെ കവിയണം എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് അവരുടെ നീതി എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് കർത്താവായ യേശുക്രിസ്തു അവരെക്കുറിച്ച് പറഞ്ഞ ഒരു സാക്ഷ്യവചനത്തിനകത്ത് നമുക്കതിൻ്റെ ചുരുക്കം അറിയാൻ പറ്റും. എന്താണ് അവരുടെ നീതി എന്നുള്ള കാര്യം? അത് മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു പുരുഷാരത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. എന്നിട്ട് 5-ാം വാക്യത്തിൽ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. അപ്പോൾ പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പൊ യേശുക്രിസ്തു പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെക്കുറിച്ച് പറഞ്ഞത് അവരുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു മത്തായി 6:1 ശിഷ്യന്മാരോട് പറയുകയാണ്: നിങ്ങളുടെ നീതിയെ മനുഷ്യർ കാണേണ്ടതിന് അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ നോക്കുക. അപ്പൊ ഈ 2 വചനങ്ങളെ നമ്മൾ ചേർത്ത് പഠിച്ചു കഴിഞ്ഞാൽ, പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് മനുഷ്യർ കാണേണ്ടതിനും മനുഷ്യരുടെ ബഹുമാനം വാങ്ങേണ്ടതിനും അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് അവരുടെ നീതി. എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ ഒന്നും മനുഷ്യർ കാണാൻ വേണ്ടിയിട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നീതി എന്ന് പറയുന്നത് ദൈവത്താൽ അവർ നീതീകരിക്കപ്പെടേണ്ടതിന് ഈ പരീശന്മാർ തന്നെ ഒരു പ്രമാണം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ പ്രമാണത്തിൽ അവര് ഒരുപാട് ദൈവവചനത്തിൽ ഇല്ലാത്തതായ ഒരുപാട് കാര്യങ്ങളിൽ അവർ
പ്രമാണമാക്കി അംഗീകരിച്ചുകൊണ്ട് ദൈവത്താൽ നീതീകരിക്കപ്പെടുമെന്നും ദൈവത്തിൻ്റെ നീതി ലഭിക്കുമെന്നും അവർ വിശ്വസിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു പ്രമാണമുണ്ടാക്കിക്കൊണ്ട് ദൈവം മുമ്പാകെ അവർ നീതിമാന്മാരായി ജീവിക്കുവാൻ ആരംഭിച്ചത്. അവരുണ്ടാക്കിയ ചില പ്രമാണങ്ങൾ ഞാൻ എടുത്തു പറയാം. അവരുടെ നീതിപ്രവർത്തികൾ എന്ന് പറയുന്നത് ആഴ്ചയിൽ അവർ 2 വട്ടം ഉപവസിക്കുന്നു. അവർ നേടുന്നതിലൊക്കെയും ദശാംശം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ ഭിക്ഷ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ ദിവസത്തിൽ 2, 3, 5 നേരങ്ങളൊക്കെ അവരുടെ ഉണ്ടാക്കിയ പ്രമാണം അല്ലെങ്കിൽ ടൈം ടേബിൾ അനുസരിച്ച് ഒരു ദിവസത്തിൽ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം എന്നുള്ള ആ പ്രമാണം അനുസരിച്ച് അവർ ആ സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ടുള്ള വസ്ത്രം ധരിച്ച് മനുഷ്യരുടെ ബഹുമാനം വാങ്ങുവാനായിട്ട് കല്യാണ സദസ്സുകളിലും അതുപോലെ മറ്റ് പരിപാടികളിലും അവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ അതെല്ലാം ഒരു ഭക്തിയുടെ ഒരടയാളമായിട്ട് അവർ മനുഷ്യരുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അവരുടെ നീതി എന്ന് പറയുന്നത് ദൈവത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ഇവർ ചില പ്രമാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ പ്രമാണം അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി ലഭിക്കുമെന്ന് ഇവരങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യൻ ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ നീതീകരിക്കുന്നതും നീതി കണക്കിടുന്നതും വിശ്വാസത്താലാണ്. അപ്പോ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടണം, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നീതി പ്രാപിക്കണം. പക്ഷേ ഈ പരീശന്മാരെന്ന് പറയുന്ന മതഭക്തർ ചെയ്തത് എന്താണെന്നറിയോ? അവർ വിശ്വാസം കൊണ്ട് നീതിയെ അന്വേഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ പ്രവർത്തികൾ കൊണ്ട് നീതിയെ അന്വേഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ നീതിപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചല്ലോ. ഭിക്ഷ കൊടുക്കുക, പരസ്യമായിട്ട് സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുക, അതുപോലെ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുക, കിട്ടുന്നതിലൊക്കെ 10-1 ദശാംശം ദൈവത്തിന് കൊടുക്കുക, അതുപോലെ തന്നെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കേണ്ടത് വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ചന്തയിൽ നിന്ന് വരുമ്പോൾ നന്നായിട്ട് കുളിച്ചും പാത്രങ്ങളൊക്കെ വൃത്തിയായി കഴുകിയിട്ടും വേണം ഭക്ഷണം കഴിക്കുവാനും. ആ കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ടുള്ള സമ്പ്രദായം അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നെങ്കിൽ മാത്രമേ അവർക്ക് മാനസികമായിട്ട് സംതൃപ്തി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവർ ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില പ്രമാണങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അവർ ദൈവത്തിൽ നിന്ന് നീതി അന്വേഷിച്ചത്. എന്നാൽ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ നീതി ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇവരുടെ നീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദശാംശം കൊടുക്കുക, ഉപവസിക്കുക, പ്രത്യേക വസ്ത്രം ധരിക്കുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക, ഭിക്ഷ കൊടുക്കുക, ഇങ്ങനെയുള്ള നീതികളാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ നീതിയെ കവിയുന്ന ഒരു നീതി ആയിരിക്കണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ പെന്തക്കോസുകാരായ ക്രിസ്ത്യാനികൾക്ക്. അപ്പൊ അതെങ്ങനെയാണ്? ഞാൻ ഒരിക്കൽ ഒരു സ്വതന്ത്ര ചർച്ചിലെ പാസ്റ്ററോട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഉപവാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഉപവാസമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, പുതിയ നിയമസഭയ്ക്ക് ലേഖനങ്ങളിൽ ഉപവസിക്കുക എന്നൊരു കൽപ്പനയോ നിർദ്ദേശമോ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ പാസ്റ്റർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ പരീശന്മാര് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കും, അപ്പൊ അതുകൊണ്ട് ഞാനും 2 വട്ടം ഉപവസിക്കും. പരീശന്മാർ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കും, ഞാൻ വെള്ളിയാഴ്ച ഞായറാഴ്ച ഉപവസിക്കും. അപ്പൊ ഞാൻ വാസോട് പറഞ്ഞു, വാസേ,
ഈ പരീശന്മാര് ഉപവസിച്ചത് 2 വട്ടമാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് പരീശന്മാരുടെ നീതിയെ കവിയണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഉപവസിക്കേണ്ടതെന്ന് ചോദിച്ചു. എന്നാലല്ലേ കവിയത്തുള്ളൂ. അപ്പൊ അന്നേരം അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നമ്മളെ കളിയാക്കരുത്, ദൈവകാര്യമാണ്, കളിയാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, പാസ്റ്ററെ, ഞാൻ കളിയാക്കിയതല്ല, ഞാൻ അതിന്റെ യാഥാർത്ഥ്യമായിട്ട് ഞാൻ ചോദിച്ചതാണ്. പരീശന്മാരുടെ നീതിയെ കവിയണമെങ്കിൽ അവർ 2 പ്രാവശ്യം ഉപവസിക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും ഉപവസിക്കണ്ടേ? അതൊന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, പരീശന്മാരെ പോലെ പരീശന്മാർ 2 ദിവസം ഉപവസിച്ചു, ആ നീതിയെ കവിയണമെങ്കിൽ നമ്മൾ 3 ദിവസം ഉപവസിക്കണം എന്നൊക്കെയാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പരീശന്മാർ ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ 10-1 ദൈവത്തിന് കൊടുക്കാം, അതാണ് അവരുടെ നീതി. അതായത് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ 10 രൂപ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുക, അതാണ് അവരുടെ നീതി. അപ്പോ ഈ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് ഈ പരീശന്മാരുടെ നീതിയെ കവിയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരീശന്മാര് 10-1 കൊടുക്കുമ്പോൾ അവർ നീതി 10-1 അവരുടെ നീതിയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഏറ്റവും കുറഞ്ഞത് 11% കൊടുക്കണം. അപ്പോഴല്ലേ അവരുടെ നീതിയെ കവിയുള്ളൂ. അപ്പൊ പരീശന്മാര് ദശാംശം കൊടുത്തപ്പോൾ ശിഷ്യന്മാര് 11% കുറഞ്ഞത് കൊടുത്തെങ്കിൽ പരീശന്മാരുടെ നീതിയെ കവിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് അവർ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരു പ്രമാണം അനുസരിച്ച് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും അവർ ഭക്തന്മാരാണെന്ന് മനുഷ്യരുടെ മുമ്പാകെ മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികൾ അവർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ നീതി എന്ന് പറയുന്നത്. അപ്പോൾ ന്യായപ്രമാണ പ്രകാരം അല്ലാത്തതായ ചില കാര്യങ്ങൾ അവർ ഇങ്ങനെ സ്വന്തമാക്കി ഒരു പ്രമാണമാക്കി അവർ വച്ചിരിക്കുകയാണ്. ആ പ്രമാണം കൊണ്ട് ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കാം എന്ന് വിചാരിച്ചു കൊണ്ടവര് ഈ പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് അവരുടെ നീതി പ്രവൃത്തി എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഇവർ കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പന അവര് ആക്ഷരികമായിട്ട് കൊല ചെയ്യാതിരിക്കുന്നു. അതായത് ഒരു വ്യക്തിയെ കുത്തിയോ തല്ലിയോ ഒന്നും കൊല്ലാതെ ഇങ്ങനെ കൊല ചെയ്യുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന അവർ ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരുന്നു കൊണ്ട് അവർ നീതിമാന്മാരാകുന്നു എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, പരീശന്മാരെല്ലാം കൊല ചെയ്യാതിരിക്കുന്നു, പക്ഷെ അവർ സഹോദരന്മാരോട് കോപിക്കുന്നു. പരീശന്മാരെല്ലാം ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കുന്നു, എന്നാൽ അവർ സ്ത്രീയെ ഹൃദയത്തിൽ മോഹിക്കുന്നു. അപ്പൊ പരീശന്മാരുടെ നീതിയെ കവിയണമെന്ന് യേശുക്രിസ്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പരീശന്മാർ കൊല ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ കോപിക്കാതിരിക്കണം. പരീശന്മാർ വ്യഭിചാരം ചെയ്യാതിരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ മോഹിക്കാതിരിക്കണം. അപ്പൊ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് ബാഹ്യമായ നീതിയാണ്. അതായത് കൊല ചെയ്യാതിരിക്കുന്ന കാര്യം മനുഷ്യർക്കറിയാം, അവർ വ്യഭിചാരം ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും മനുഷ്യർക്കറിയാം. പക്ഷെ ഹൃദയത്തിൽ മോഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനുഷ്യർക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഇതൊരു ആന്തരികമായ കാര്യമാണ്. അപ്പൊ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് ബാഹ്യമായ മനുഷ്യരുടെ മുമ്പാകെ വിളങ്ങുവാൻ തക്കവണ്ണമുള്ള മതപരമായ പ്രമാണങ്ങൾ അവർ സ്വന്തമാക്കി ഉണ്ടാക്കി ആ പ്രമാണങ്ങൾക്കനുസരിച്ച് ഇവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതിനവർ സ്വന്തമായ നീതി പ്രമാണം എന്ന് പറയും. അവരുടെ സ്വന്തമായ നീതി പ്രമാണം കൊണ്ടവർ ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ ഭക്തന്മാരാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവർ ഭിക്ഷ കൊടുക്കുന്നു, സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ അവർ ഉപവസിക്കുന്നു, അവർ ദശാംശം കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
മനുഷ്യരുടെ മുമ്പാകെ അവർ ഭക്തരാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് അവർ നീതിമാന്മാരായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇതേപോലെ തന്നെ ഈ പരീക്ഷ മനോഭാവത്തോടെ തന്നെയാണ് ഇന്നത്തെ പെന്തക്കോസുകാരായ വിശ്വാസികൾ. അവരെന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയോ? ഈ പരീശന്മാരെ പോലെ തന്നെ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അതായത് വെള്ളിയാഴ്ചയും ഞായറാഴ്ച ഉപവസിക്കുന്നു. ദശാംശം കൊടുക്കുന്നു. അതായത് 1/10 ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഭിക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുമ്പോൾ ആ പരീശന്മാരെ പോലെ തന്നെ ഇവർ അത് പ്രസിദ്ധപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവർ ഉപവസിക്കുമ്പോൾ അത് പരസ്യപ്പെടുത്തുന്നു. പരീശന്മാരെന്താ ചെയ്യുന്ന? അവർ ഉപവസിക്കുമ്പോൾ മുഖം വിരൂപമാക്കിക്കൊണ്ട് മനുഷ്യരുടെ മുമ്പാകെ ഞങ്ങൾ ഉപവസിക്കുകയാണെന്ന് അവർ തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നും ഈ പെന്തക്കോസ്ത് വിശ്വാസികള് 3 ദിവസം 7 ദിവസം 21 ദിവസമൊക്കെ ഉപവസിക്കുമ്പോൾ അതെല്ലാം പ്രസിദ്ധപ്പെടുത്തുകയും നോട്ടീസ് അടിക്കുകയും ഫ്ലെക്സ് അടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് പ്രസിദ്ധപ്പെടുത്തുകയാണ്. അപ്പൊ ആ പരീശന്മാരുടെ അതേ നിലവാരത്തിൽ തന്നെ ഇന്നും പല നീതിപ്രവർത്തികളും ഇന്നത്തെ വിശ്വാസികൾ ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പരീശന്മാരെ കൂട്ടിച്ചേർത്തതുപോലെ തന്നെ ഇന്ന് പെന്തക്കോസ്തുകാരും വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതേതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മീശ വടിക്കണം എന്ന് വേദപുസ്തകത്തിലില്ല. പക്ഷെ വിശ്വാസികളായ പുരുഷന്മാരൊക്കെ മീശ വടിക്കണം എന്നുള്ള ഒരു എഴുതപ്പെടാത്ത ഒരു കൽപ്പന വിശ്വാസികളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ വെള്ള ധരിക്കണമെന്ന് വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്കുള്ള ലേഖനങ്ങളിൽ ഒരു സ്ഥലത്തും വെള്ളവസ്ത്രം ധരിക്കണം എന്നൊരു നിർദ്ദേശമില്ല, ഒരു കൽപ്പനയില്ല. അപ്പോൾ അങ്ങനെ എഴുതപ്പെടാത്ത ഒരു കൽപ്പന ഇത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഞായറാഴ്ച ഉപവസിക്കണം എന്നുള്ളത് പെന്തക്കോസ്ത് സഭകളിലുള്ള ഒരു അനുഷ്ഠാനമായി മാറിയിരിക്കുകയാണ്. അപ്പോ ശരിക്കും ഈ പരീശന്മാരുടെ അതേ മനോഭാവത്തിൽ തന്നെ പരീശന്മാരെ പോലെ തന്നെ ചില പ്രവൃത്തികൾ ചെയ്ത് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ മീശ വടിക്കുന്നത് ഒരു ഭക്തിയുടെ വേഷമാണ്, വെള്ള ധരിക്കുന്നത് ഒരു ഭക്തിയുടെ വേഷമാണ്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്ന ഒരു ഭക്തിയുടെ വേഷമാണ്. അങ്ങനെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ആവർത്തിച്ച് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ ഒരു സൂചന പോലും ഇല്ലാത്തൊരു കാര്യമാണ് മാസയോഗം നടത്തുക എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഒരു സൂചന പോലെ ഇല്ലാത്ത കാര്യമാണ് ആണ്ടർതി മീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഉപവാസം എന്ന കൽപ്പന. അപ്പൊ പുതിയ നിയമ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പെന്തക്കോസ്തുകാരിന്ന് പ്രമാണമാക്കി കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഈ കർത്താവിന്റെ കാലത്ത് പരീശന്മാരും അവരുടെ മതഭക്തി തെളിയിക്കുവാനായിട്ട് അവർ വേദപുസ്തകത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അവർ കൊണ്ടു നടന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മത്തായി സുവിശേഷം 23-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയിൽ പദാരം കൊടുക്കുകയും ന്യായപ്രമാണത്തിലുള്ള ന്യായം, കരുണ, വിശ്വസ്തത എന്നിങ്ങനെ കനമേറിയ കാര്യങ്ങൾ ത്യജിച്ചു കളയുകയും ചെയ്തു. അപ്പൊ ന്യായപ്രമാണത്തിലുള്ള ന്യായം, കരുണ, വിശ്വസ്തത ഈ കാര്യങ്ങൾ അവർ അവഗണിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൽ ഇല്ലാത്തതായ ലഘുവായ ഒരു കാര്യം തുളസി, ചതകുപ്പ, ജീരകം ഇതിന്റെ ദശാംശം കൊടുക്കുന്നു. അപ്പോൾ അവർ സ്വന്തമായിട്ടൊരു പ്രമാണം ഉണ്ടാക്കുകയും ദൈവം നൽകിയ ദിവ്യ ഗുണങ്ങളായ ദയയും കരുണയും വിശ്വസ്തതയും അവർ ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരം അവർ നീതി അന്വേഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ സ്വന്തമായി ഉണ്ടാക്കിയ പ്രമാണത്താൽ അവർ നീതി പ്രാപിക്കാമെന്ന് വിചാരിച്ചു. റോമാലേഖനത്തിൽ ഞാനൊരു 9-ാം അധ്യായത്തിൽ ഞാനൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. 9-ാം അധ്യായം അതിന്റെ 30-ാം വാക്യത്തിൽ 30-31 വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കാം.
ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? അവർ വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അപ്പൊ പരീശന്മാരായ യഹൂദന്മാരായ പരീശന്മാരായ മതഭക്തരായവരെല്ലാം ദൈവത്തിന്റെ നീതി അന്വേഷിച്ചത് വിശ്വാസത്താലല്ല, മറിച്ച് അവർ ചില കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കാം എന്നവർ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് യേശുക്രിസ്തു പറയുവാണ്, അവരുടെ നീതിയെ നിങ്ങൾ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുക പോലുമില്ല. അപ്പൊ അവരുടെ നീതിയെ കവിയാന്ന് പറഞ്ഞാൽ അവർ ബാഹ്യമായ മനുഷ്യർ കാണത്തക്കവണ്ണമുള്ള ചില സമ്പ്രദായങ്ങളും ചില ആചാരങ്ങളും ചില കൽപ്പനകളും ചില നിയമങ്ങളും അവർ അനുഷ്ഠിച്ചുകൊണ്ട് മനുഷ്യരുടെ മാനം അന്വേഷിക്കുകയും മനുഷ്യരിൽ നിന്നുള്ള ഭക്തനാണെന്നുള്ള ആ ബഹുമാനം അവരർഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ നീതി. അല്ലെങ്കിൽ മനുഷ്യരുടെ ബഹുമാനം ലഭിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ് അവരുടെ നീതി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നീതി അങ്ങനെ അവരുടെ നീതി പോലെയല്ല, അതിനെ കവിയുന്ന ഒരു നീതിയായിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാനിങ്ങനെ പറയാം. അവർ ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വ്യഭിചാരം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാതിരിക്കണം. അവർ കൈകൊണ്ട് മറ്റൊരാളെ കൊല്ലാതിരിക്കുമ്പോൾ നാം മനസ്സിൽ ഒരു സഹോദരനോട് കോപിക്കുക പോലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ അവർ ബാഹ്യമായ നീതി കൊണ്ട് ജീവിച്ച് നീതി പ്രാപിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ നീതിയെ കവിയുന്ന ഒരു നീതി, അത് നമ്മുടെ ആന്തരികമായി ഉളവാകേണ്ട ഒരു നീതിയാണ്. ആ നീതി ഉളവാക്കുവാനായിട്ട് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ആ നീതി നിവർത്തിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. പരീശന്മാരുടെ നീതി ക്രിസ്തുവിനെ കൂടാതെയുള്ള നീതിയായിരുന്നു. അവർ ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. അവർക്കൊരു ഇടർച്ചക്കല്ലായി തീർന്നു. അപ്പൊ ക്രിസ്തുവിനെ കൂടാതെ അവർ ഉണ്ടാക്കിയെടുത്ത പ്രമാണം കൊണ്ട് ദൈവത്തെ സേവിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കാം, അല്ലെങ്കിൽ ദൈവം നീതീകരിക്കും എന്നവർ വിശ്വസിച്ചു. എന്നാൽ നാം അങ്ങനെയല്ല. നാം ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊരു നീതിയില്ല. നമ്മുടെ നീതി കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് അവരുടെ നീതിയെ കവിയുന്ന ഒരു നീതി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നാം ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ടും ക്രിസ്തു തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറച്ചിരിക്കുന്നത് കൊണ്ടും നമുക്ക് പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒരു നീതി നമ്മിൽ ഉളവാകുന്നു, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഖേദകരമായ കാര്യം അല്ലെങ്കിൽ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തു ഉള്ളിലുണ്ടെന്ന് പറയുന്ന, ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെന്ന് പറയുന്ന, ക്രിസ്തുവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വിശ്വാസികൾ ഇന്ന് അന്നത്തെ പരീശന്മാരെക്കാൾ താഴെയാണ്. അതായത് അന്നത്തെ പരീശന്മാരുടെ നീതിയുടെ നിലവാരത്തിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അന്ന് അവർ പ്രമാണത്തിൽ ഇല്ലാത്ത ഒരു പ്രമാണം ഉണ്ടാക്കി. അതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാരും പ്രമാണത്തിൽ ഇല്ലാത്ത ചില പ്രമാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ പിന്തുടരുകയാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വേദപുസ്തകം ഒരു സൂചന പോലും നൽകാത്ത ചില കാര്യങ്ങൾ വളരെ ഗൗരവമായ പ്രമാണമാക്കി കൊണ്ടു നടക്കുകയാണെന്ന് വിശ്വാസികൾ. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയോ? നമ്മുടെ നീതിയായ ക്രിസ്തുവിനെ അവർ അറിയാതെ അവർ ചെയ്തു പോരുന്ന അനുഷ്ഠാനങ്ങളിൽ അവർ ദൈവം പ്രസാദിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അവർ ഉപവസിക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നു, അവർ ദശാംശം കൊടുക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നു, അവർ ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നു, അവർ സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിക്കുന്നു. അങ്ങനെ അവർ ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം. അവർ കർത്താവിന്റെ കാലത്തെ മതഭക്തരായ പരീശന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ സഹോദരി സഹോദരന്മാരെ, എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം,
നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം ചെയ്തു കൂട്ടുന്ന ഈ പ്രമാണത്തിൽ ഇല്ലാത്തതായ പല കാര്യങ്ങളും നാം ഇന്ന് വെച്ചു പുലർത്തുന്നു, അനുഷ്ഠിച്ചു വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആ പ്രവർത്തികൾക്ക് സാധ്യവുമല്ല. പരീശന്മാരുടെ നീതിപ്രവർത്തികൾ അല്ലെങ്കിൽ അവരുടെ നീതി എന്ന് പറയുന്നത് നിർജീവമാണ്, വെറും അക്ഷരം മാത്രമാണ്, കൽപ്പനകൾ മാത്രമാണ്. അവർ നിർജീവ പ്രവൃത്തികളാണ് അവരുടെ നീതി പ്രവൃത്തികൾ. എന്നാൽ നമ്മുടെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് നമ്മുടെ നീതി. ആ ക്രിസ്തു എന്ന വ്യക്തിയിലാണ് നമ്മുടെ നീതി. ആ ക്രിസ്തുവിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അവന്റെ നീതി ദൈവം നമ്മുടെ നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്താലുള്ള നീതി. അപ്പൊ ആ വിശ്വാസത്താലുള്ള നീതി നാം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് പരീശന്മാരെ പോലെ പ്രവൃത്തിയാലുള്ള നീതി അല്ലെങ്കിൽ നീതീകരണം നാം പാടെ ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. വേദപ്രമാണത്തിന് ഇല്ലാത്തതും ആത്മാവ് നിർദ്ദേശിക്കാത്തതും അപ്പോസ്തലന്മാർ ഉപദേശിക്കാത്തതുമായ ഒരു പ്രമാണവും പോലും വിശ്വാസികളായ നമുക്ക് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ പോവുകയില്ല. അപ്പൊ സ്വർഗരാജ്യത്തിൽ പോകുവാൻ പരീശന്മാരുടെ നീതി കൊണ്ട് മതിയാവില്ല. അപ്പൊ പരീശന്മാരെ പോലെ നാമും ചില കാര്യങ്ങൾ ചെയ്ത് സ്വർഗരാജ്യത്തിൽ പോകാമെന്ന് തെറ്റിദ്ധരിക്കരുത്. മീശ പഠിച്ചത് കൊണ്ടോ വെള്ളവസ്ത്രം ധരിച്ചത് കൊണ്ടോ ആഴ്ചയിൽ 2 വട്ടം ഉപവസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദശാംശം കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭിക്ഷ കൊടുത്തത് കൊണ്ടോ ഇതുകൊണ്ടൊക്കെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നും ദൈവരാജ്യത്തിൽ പോകാമെന്നും നമ്മൾ വിചാരിക്കരുത്, വിശ്വസിക്കരുത്. നാം വിശ്വസിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മുടെ നീതി ക്രിസ്തുവിലാണ്. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ നമ്മുടെ നീതി നമ്മുടെ പ്രവൃത്തികളാലല്ല, നമ്മുടെ നീതി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും ചില കർമ്മങ്ങളും അനുഷ്ഠിക്കരുതേ എന്ന് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.